എഡ്യൂകേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരള സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച സേവനം നൽകുന്നതിലൂടെ രോഗികളുടെ തൃപ്തി വർദ്ധിപ്പിക്കുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. തന്നിരിക്കുന്നവയിൽ കേരള സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ABCD. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും തന്നെ കേരള സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച സേവനം നൽകുന്നതിലൂടെ രോഗികളുടെ തൃപ്തി വർദ്ധിപ്പിക്കുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. സ്റ്റേറ്റ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് വഴി നിർബന്ധിതമായിരിക്കുന്നവ ഏവ? ഭരണനിർവഹണത്തിൽ ധനപരമായ ഉത്തരവാദിത്വം പുലർത്തുക, ധനകാര്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത, സുതാര്യമായ പൊതുവിപണി പരിഷ്കരണം, കടബാധ്യത കുറയ്ക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. സ്റ്റേറ്റ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് വഴി നിർബന്ധിതമായിരിക്കുന്നവ ഏവ? ഓപ്ഷൻ ബി 1, 2, 4 മാത്രം. ഭരണനിർവഹണത്തിൽ ധനപരമായ ഉത്തരവാദിത്തം പുലർത്തുക, ധനകാര്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത, കടബാധ്യത കുറയ്ക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. GST കൗൺസിൽ രൂപീകരിച്ച ഭരണഘടനാ ഭേദഗതി. GST കൗൺസിൽ രൂപീകരിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 101-ാം ഭേദഗതി. 101-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമായിരുന്നു GST കൗൺസിൽ രൂപീകരിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനനയം മോണിറ്ററി പോളിസിയുടെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ബാങ്ക് നിരക്ക്, റിസർവ് റിപ്പോ നിരക്ക്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. തന്നിരിക്കുന്നവയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി ധനനയത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 1, 2, 3, 4. ബാങ്ക് നിരക്ക്, റിസർവ് റിപ്പോ നിരക്ക്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. തന്നിരിക്കുന്ന 4 തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനനയത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഏത് വർഷത്തിലാണ്? ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഏത് വർഷത്തിലായിരുന്നു? ഓപ്ഷൻ ബി 2013. 2013-ലായിരുന്നു ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എത്രയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എത്രയാണ്? ഓപ്ഷൻ സി 6. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താക്കൾക്ക് 6 പ്രധാന അവകാശങ്ങളാണുള്ളത്. സുരക്ഷയ്ക്കുള്ള അവകാശം, ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ച് അറിയാനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകളിൽ വിവിധ ഉൽപ്പന്നങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനും അവരുടെ താൽപ്പര്യങ്ങൾ പരിഗണിക്കാനുമുള്ള അവകാശം, അന്യായമായ പ്രവൃത്തികൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിങ്ങനെ 6 അവകാശങ്ങളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ. ബ്രിക്സ് ഗ്രൂപ്പിലെ അംഗരാജ്യങ്ങളായ
എസ് എന്ന അക്ഷരം പ്രതിനിധാനം ചെയ്യുന്ന രാജ്യമേത്? ബ്രിക്സ് ഗ്രൂപ്പിലെ അംഗരാജ്യങ്ങളിൽ എസ് എന്ന അക്ഷരം പ്രതിനിധാനം ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി സൗത്ത് ആഫ്രിക്ക. ബ്രിക്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബി ബ്രസീൽ, ആർ റഷ്യ, ഐ ഇന്ത്യ, സി ചൈന, എസ് സൗത്ത് ആഫ്രിക്ക. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ എസ് എന്ന അക്ഷരം പ്രതിനിധാനം ചെയ്യുന്ന രാജ്യം സൗത്ത് ആഫ്രിക്ക. ബ്രിക്സ്. പവേർഡ് ബൈ ഇൻ്റലക്റ്റ്, ഡ്രിവൺ ബൈ വാല്യൂസ്. ബുദ്ധിയാൽ ശക്തി പ്രാപിക്കുന്നു, മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്നു എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ടാഗ് ലൈനാണ്? പവേർഡ് ബൈ ഇൻ്റലക്റ്റ്, ഡ്രിവൺ ബൈ വാല്യൂസ് എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ടാഗ് ലൈനാണ്? ഓപ്ഷൻ എ ഇൻഫോസിസ്. ഇൻഫോസിസിൻ്റെ ടാഗ് ലൈനാണ് പവേർഡ് ബൈ ഇൻ്റലക്റ്റ്, ഡ്രിവൺ ബൈ വാല്യൂസ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കോപ്ര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? കോപ്ര എന്ന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1986. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. പിയർ ടു പിയർ നെറ്റ്വർക്കിനെ അടിസ്ഥാനമാക്കി ഒരു പൊതു ബ്ലോക്ക് ചെയിനിൽ സൃഷ്ടിക്കപ്പെട്ടതും പ്രവർത്തിക്കുന്നതുമായ ആദ്യത്തെ വികേന്ദ്രീകൃത ക്രിപ്റ്റോ കറൻസി ഏതാണ്? തന്നിരിക്കുന്നവയിൽ പിയർ ടു പിയർ നെറ്റ്വർക്കിനെ അടിസ്ഥാനമാക്കി ഒരു പൊതു ബ്ലോക്ക് ചെയിനിൽ സൃഷ്ടിക്കപ്പെട്ടതും പ്രവർത്തിക്കുന്നതുമായ ആദ്യത്തെ വികേന്ദ്രീകൃത ക്രിപ്റ്റോ കറൻസി ഏതാണ്? ഓപ്ഷൻ ഡി ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ ആണ് പിയർ ടു പിയർ നെറ്റ്വർക്കിനെ അടിസ്ഥാനമാക്കി ഒരു പൊതു ബ്ലോക്ക് ചെയിനിൽ സൃഷ്ടിക്കപ്പെട്ടതും പ്രവർത്തിക്കുന്നതുമായ ആദ്യത്തെ വികേന്ദ്രീകൃത ക്രിപ്റ്റോ കറൻസി. 2000 IT ആക്ടുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷണം, ഇലക്ട്രോണിക് രേഖകൾക്ക് നിയമപരമായ അംഗീകാരം, സൈബർ ടെററിസം, സൈബർ പോൺ എന്നിവയ്ക്ക് ശിക്ഷ നൽകുന്നു, ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനും അംഗീകാരം നൽകുന്നു. 2000 IT ആക്ടുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3, 4. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും തന്നെ 2000 IT ആക്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷണം, ഇലക്ട്രോണിക് രേഖകൾക്ക് നിയമപരമായ അംഗീകാരം, സൈബർ ടെററിസം, സൈബർ പോൺ എന്നിവയ്ക്ക് ശിക്ഷ നൽകുന്നു, ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനും അംഗീകാരം നൽകുന്നു. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരാൾക്ക് മെസ്സേജ് അയക്കുവാൻ സാധിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടോകോൾ ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരാൾക്ക് മെസ്സേജ് അയക്കുവാൻ സാധിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടോകോൾ ഏതാണ്? ഓപ്ഷൻ സി SMTP. SMTP എന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിൻ്റെ ചുരുക്കെഴുത്താണ്. SMTP ആണ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരാൾക്ക് മെസ്സേജ് അയക്കുവാൻ സാധിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടോകോൾ. ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഏത് തരത്തിലുള്ള കമ്പ്യൂട്ടറുകളുടെ സംയോജനമാണ്? ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഏത് തരത്തിലുള്ള കമ്പ്യൂട്ടറുകളുടെ സംയോജനമാണ്? ഓപ്ഷൻ എ അനലോഗ് ഡിജിറ്റൽ. അനലോഗ് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ സംയോജനമാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീകളുണ്ട്? കമ്പ്യൂട്ടർ കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീകളാണ് ഉള്ളത്? ഓപ്ഷൻ ബി 12. കമ്പ്യൂട്ടർ കീബോർഡിൽ പ്രധാനമായും 12 ഫംഗ്ഷൻ കീകളാണ് ഉള്ളത്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൻ്റെ NICയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? വിവരങ്ങളുടെ വിശകലനം, പദ്ധതിയുടെ നടത്തിപ്പ്, വിവരസാങ്കേതിക വിദ്യ ഉപയോഗിക്കുക, ആശയവിനിമയം ഉറപ്പാക്കുക. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൻ്റെ NICയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഓപ്ഷൻ ബി 1, 2, 3, 4. തന്നിരിക്കുന്ന 4 തന്നെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. വിവരങ്ങളുടെ വിശകലനം, പദ്ധതിയുടെ നടത്തിപ്പ്, വിവരസാങ്കേതിക വിദ്യ ഉപയോഗിക്കുക, ആശയവിനിമയം ഉറപ്പാക്കുക.
തന്നിരിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ പാക്കേജാണ് ലീനിയർ, ഇൻറ്റിജർ, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമായും ബിസിനസ്, ഗവേഷണം, അക്കാദമിക് മേഖലകളിൽ ഉപയോഗിക്കുന്നത്? തന്നിരിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ പാക്കേജാണ് ലീനിയർ, ഇൻറ്റിജർ, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമായും ബിസിനസ്, ഗവേഷണം, അക്കാദമിക് മേഖലകളിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ലിൻഡോ. തന്നിരിക്കുന്നവയിൽ ലിൻഡോ എന്ന സോഫ്റ്റ്വെയർ പാക്കേജാണ് ലീനിയർ, ഇൻറ്റിജർ, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമായും ബിസിനസ്, ഗവേഷണം, അക്കാദമിക് മേഖലകളിൽ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിൽ ഒരു ഫയലിൻ്റെ പേര് പുനർനാമകരണം, റീനെയിം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കീബോർഡ് ഷോർട്ട് കട്ട് കീ ഏതാണ്? കമ്പ്യൂട്ടറിൽ ഒരു ഫയലിൻ്റെ പേര് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട് കീ ഏതാണ്? ഓപ്ഷൻ സി F2. കമ്പ്യൂട്ടർ കീബോർഡിലെ F2 എന്ന കീയാണ് ഒരു ഫയലിൻ്റെ പേര് പുനർനാമകരണം, റീനെയിം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ. കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ഡഗ്ലസ് എംഗൽബർട്ട്. ഡഗ്ലസ് എംഗൽബർട്ടാണ് കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. കമ്പ്യൂട്ടർ കീബോർഡിലെ ഷിഫ്റ്റ് കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടർ കീബോർഡിലെ ഷിഫ്റ്റ് കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി അപ്പർ കേസ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ. കമ്പ്യൂട്ടർ കീബോർഡിലെ ഷിഫ്റ്റ് കീ അപ്പർ കേസ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ എന്ന പദം ലാറ്റിൻ ഭാഷയിലെ ഏത് പദത്തിൽ നിന്നാണ് ഉണ്ടായത്? കമ്പ്യൂട്ടർ എന്ന പദം ലാറ്റിൻ ഭാഷയിലെ തന്നിരിക്കുന്ന ഏത് പദത്തിൽ നിന്നാണ് ഉണ്ടായത്? ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ. തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കമ്പ്യൂട്ടർ എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉണ്ടായത്. 1 മില്യൺ എന്നാൽ എത്രയാണ്? 1 മില്യൺ എന്നാൽ എത്രയാണ്? ഓപ്ഷൻ സി 10 ലക്ഷം. 1 മില്യൺ എന്നാൽ 10 ലക്ഷമാണ്. ഗ്രാമതലങ്ങളിൽ ഭൂരേഖകൾ ഡിജിറ്റൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഗ്രാമതലങ്ങളിൽ ഭൂരേഖകൾ ഡിജിറ്റൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ ബി ഭൂമി ഡാറ്റാ ബാങ്ക്. ഭൂമി ഡാറ്റാ ബാങ്കാണ് ഗ്രാമതലങ്ങളിൽ ഭൂരേഖകൾ ഡിജിറ്റൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ഇ ഗവേണൻസിൻ്റെ പ്രധാന മാതൃകകൾ ഏതെല്ലാം? G2C ഗവൺമെൻറ് ടു സിറ്റിസൺ, G2G ഗവൺമെൻറ് ടു ഗവൺമെൻറ്, G2B ഗവൺമെൻറ് ടു ബിസിനസ്, G2E ഗവൺമെൻറ് ടു എംപ്ലോയി. തന്നിരിക്കുന്നവയിൽ ഇ ഗവേണൻസിൻ്റെ പ്രധാന മാതൃകകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ബി സി ഡി. തന്നിരിക്കുന്ന 4 തന്നെ ഇ ഗവേണൻസിൻ്റെ പ്രധാന മാതൃകകളാണ്. ഗവൺമെൻറ് ടു സിറ്റിസൺ, ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു ബിസിനസ്, ഗവൺമെൻറ് ടു എംപ്ലോയി. G2C, G2G, G2B, G2E. അക്ഷയ കേന്ദ്രങ്ങൾ നിലവിൽ വന്ന വർഷം ഏത്? അക്ഷയ കേന്ദ്രങ്ങൾ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2002. 2002 അക്ഷയ കേന്ദ്രങ്ങൾ നിലവിൽ വന്നത്. ഫ്രണ്ട്സ് എന്ന ഇ ഗവേണൻസ് സംരംഭം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം? ഫ്രണ്ട്സ് എന്ന ഇ ഗവേണൻസ് സംരംഭം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ എ 2000. ഫ്രണ്ട്സ് എന്ന ഇ ഗവേണൻസ് സംരംഭം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2000 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന ഭാഗങ്ങളിൽ ഏതാണ് ഭേദഗതി ചെയ്തത് അല്ലെങ്കിൽ ചേർത്തത്? ആമുഖം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന ഭാഗങ്ങളിൽ ഏതാണ് ഭേദഗതി ചെയ്തത് അല്ലെങ്കിൽ ചേർത്തത്? ഓപ്ഷൻ സി 1, 3, 4 മാത്രം. ആമുഖം, നിർദ്ദേശക തത്വങ്ങൾ,
മൗലിക കടമകൾ എന്നിവയാണ് 1976 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഭേദഗതി ചെയ്തത് അല്ലെങ്കിൽ ചേർത്തത്. സുപ്രീം കോടതി ഭരണഘടനാ വ്യവസ്ഥകളുടെ അർത്ഥം വ്യക്തമാക്കുകയും നിയമങ്ങൾ അതിൻ്റെ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് അറിയപ്പെടുന്നത്. സുപ്രീം കോടതി ഭരണഘടനാ വ്യവസ്ഥകളുടെ അർത്ഥം വ്യക്തമാക്കുകയും നിയമങ്ങൾ അതിൻ്റെ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഭരണഘടനയുടെ വ്യാഖ്യാനം. സുപ്രീം കോടതി ഭരണഘടനാ വ്യവസ്ഥകളുടെ അർത്ഥം വ്യക്തമാക്കുകയും നിയമങ്ങൾ അതിൻ്റെ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഭരണഘടനയുടെ വ്യാഖ്യാനം എന്നാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 19 പ്രകാരം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, തൊഴിൽ സ്വാതന്ത്ര്യം, പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ അനുച്ഛേദം 19 പ്രകാരം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, എ, ബി, സി, ഡി തന്നിരിക്കുന്ന 4 തന്നെ ഭരണഘടനയുടെ അനുച്ഛേദം 19 പ്രകാരം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം. ഭരണഘടനാ ഭേദഗതികൾ പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയാണ്? ലോക്സഭ, രാജ്യസഭാ അംഗങ്ങളുടെ ഭൂരിപക്ഷം, പൊതുജനങ്ങളുടെ വോട്ടവകാശം, നിയമസഭാ അംഗങ്ങളുടെ ഭൂരിപക്ഷം, പാർലമെന്റിലെ ഇരുസഭകളിലെയും ഭൂരിപക്ഷം. ഭരണഘടനാ ഭേദഗതികൾ പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി 1, 4 മാത്രം. ഭരണഘടനാ ഭേദഗതികൾ പ്രാവർത്തികമാക്കുന്നത് ലോക്സഭ, രാജ്യസഭാ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെയും പാർലമെന്റിലെ ഇരുസഭകളിലെയും ഭൂരിപക്ഷത്തോടെയുമാണ്. ന്യൂ എക്കണോമിക് പോളിസി NEP നിലവിൽ വന്ന വർഷം ഏത്? NEP ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1991 ജൂലൈ 24. 1991 ജൂലൈ 24-നാണ് NEP ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടന എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഓപ്ഷൻ ഡി 106. ഇന്ത്യൻ ഭരണഘടന 106 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് വകുപ്പിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് വകുപ്പിനെയാണ്? ഓപ്ഷൻ ബി മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ എത്ര തവണ തിരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ എത്ര തവണ തിരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്? ഓപ്ഷൻ ബി 18. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ 18 തവണ തിരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശമല്ലാത്തവ ഏതെല്ലാം? സഞ്ചാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വത്തവകാശം, സമ്മതത്തിനുള്ള അവകാശം. തന്നിട്ടുള്ളവയിൽ മൗലികാവകാശമല്ലാത്തവ ഏതെല്ലാം? ഓപ്ഷൻ ബി 3 മാത്രം. തന്നിട്ടുള്ളവയിൽ സ്വത്തവകാശം മാത്രമാണ് മൂന്നാമത്തെ. സ്വത്തവകാശം മാത്രമാണ് മൗലികാവകാശമല്ലാത്തത്. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമപരമായ അവകാശമാണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണ്? ഭരണഘടനയുടെ ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. വകുപ്പ് 32 തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ എ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഭരണഘടനാ അനുച്ഛേദം 320 പ്രകാരം
വരുന്നവ ഏതെല്ലാം? സിവിൽ സർവീസ് നിയമനം, സർവീസ് കാര്യങ്ങൾ, പരീക്ഷ നടത്തുന്നത്, അച്ചടക്ക നടപടികൾ. ഭരണഘടനാനുച്ഛേദം 320 പ്രകാരം വരുന്നവ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 1, 2, 3, 4. തന്നിരിക്കുന്ന 4 തന്നെ ഭരണഘടനാ അനുച്ഛേദം 320 പ്രകാരം വരുന്നവയാണ്. സിവിൽ സർവീസ് നിയമനം, സർവീസ് കാര്യങ്ങൾ, പരീക്ഷ നടത്തുന്നത്, അച്ചടക്ക നടപടികൾ. ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നുമാണ്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടത് ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. കേരള ലോകായുക്ത നിയമം പാസാക്കിയ വർഷം. കേരള ലോകായുക്ത നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 1999. 1999 കേരള ലോകായുക്ത നിയമം പാസാക്കിയത്. ഭരണഘടനയുടെ 102-ാം ഭേദഗതി, 2018 102-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന ദേശീയ കമ്മീഷൻ ഏതാണ്? ഭരണഘടനയുടെ 102-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന ദേശീയ കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ എ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ദേശീയ കമ്മീഷൻ. ഭരണഘടനയുടെ 2018 102-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന ദേശീയ കമ്മീഷനാണ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ദേശീയ കമ്മീഷൻ. ലോകത്തിലാദ്യത്തെ ലിഖിത ഭരണഘടന നിലവിൽ വന്ന രാജ്യം. ലോകത്തിലാദ്യത്തെ ലിഖിത ഭരണഘടന നിലവിൽ വന്ന രാജ്യം തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി USA. USA ആണ് തന്നിരിക്കുന്നവയിൽ ലോകത്തിലാദ്യത്തെ ലിഖിത ഭരണഘടന നിലവിൽ വന്ന രാജ്യം. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം നിർണ്ണയിക്കുന്നത് ആരാണ്? തന്നിരിക്കുന്നവയിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം നിർണ്ണയിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ധനകാര്യ കമ്മീഷൻ. തന്നിരിക്കുന്നവയിൽ ധനകാര്യ കമ്മീഷനാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം നിർണ്ണയിക്കുന്നത്. മണ്ഡൽ കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ജോലികളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ OBC വിഭാഗങ്ങൾക്ക് 27% സംവരണം ഔദ്യോഗികമായി നടപ്പിലാക്കിയ വർഷം ഏതാണ്? മണ്ഡൽ കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ജോലികളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും OBC വിഭാഗങ്ങൾക്ക് 27% സംവരണം ഔദ്യോഗികമായി നടപ്പിലാക്കിയ വർഷം ഏതായിരുന്നു? ഓപ്ഷൻ ബി 1993. മണ്ഡൽ കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ജോലികളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം ഔദ്യോഗികമായി നടപ്പിലാക്കിയത് 1993. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നികുതി ചുമത്തുന്നതിന് അധികാരം നൽകിയിട്ടുള്ളവയിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? കെട്ടിട നികുതി, കന്നുകാലികളെ വിൽക്കുന്നതിനുള്ള നികുതി, ഭൂനികുതി, റോഡ് നികുതി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നികുതി ചുമത്തുന്നതിന് അധികാരം നൽകിയിട്ടുള്ളവയിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3 മാത്രം. കെട്ടിട നികുതി, കന്നുകാലികളെ വിൽക്കുന്നതിനുള്ള നികുതി, ഭൂനികുതി എന്നിവയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നികുതി ചുമത്തുന്നതിന് അധികാരം നൽകിയിട്ടുള്ളവയിൽ ഉൾപ്പെടുന്നവ. ഇന്ത്യയിൽ റോഡ് നികുതി സാധാരണയായി സംസ്ഥാന സർക്കാരിൻ്റെ ഗതാഗത വകുപ്പോ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസോ RTOയാണ് ചുമത്തുകയും ശേഖരിക്കുകയും ചെയ്യുക. പഞ്ചായത്തുകൾക്ക് ഈ നികുതി ചുമത്താൻ അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ 9-ാം ഭാഗം. ഇന്ത്യൻ ഭരണഘടനയുടെ 9-ാം ഭാഗത്തിലാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 1882 ആര് പാസാക്കിയ പ്രമേയമാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്?
1882 ആര് പാസാക്കിയ പ്രമേയമാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ ബി ലോർഡ് റിപ്പൺ. 1882 ലോർഡ് റിപ്പൺ പാസാക്കിയ പ്രമേയമാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ബി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. തന്നിരിക്കുന്നവയിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഒരു ഗ്രാമത്തിലെ സമ്മതിദാനാവകാശമുള്ള പൗരന്മാരുടെ കൂട്ടായ്മ. ഒരു ഗ്രാമത്തിലെ സമ്മതിദാനാവകാശമുള്ള പൗരന്മാരുടെ കൂട്ടായ്മയാണ് ഓപ്ഷൻ എ ഗ്രാമസഭ. ഒരു ഗ്രാമത്തിലെ സമ്മതിദാനാവകാശമുള്ള പൗരന്മാരുടെ കൂട്ടായ്മയാണ് ഗ്രാമസഭ. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആദം സ്മിത്ത്. ആദം സ്മിത്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അറിയുന്നവർ കമൻ്റ് ചെയ്യുക. അവസാനത്തെ ചോദ്യം, സാമ്പത്തിക വളർച്ചാ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? മൂലധനം, തൊഴിലാളികൾ, പ്രകൃതി വിഭവങ്ങൾ, സാങ്കേതികവിദ്യ, രാഷ്ട്രീയം. തന്നിരിക്കുന്നവയിൽ സാമ്പത്തിക വളർച്ചാ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി എ ബി സി ഡി ഇ. തന്നിരിക്കുന്ന 5 തന്നെ സാമ്പത്തിക വളർച്ചാ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മൂലധനം, തൊഴിലാളികൾ, പ്രകൃതി വിഭവങ്ങൾ, സാങ്കേതികവിദ്യ, രാഷ്ട്രീയം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.